ശ്രീ ശിവൻകുട്ടി, നിലവിൽ ഇപ്പോൾ മറ്റു മാർഗമില്ല. മുൻ സർക്കാർ, അതായത് കഴിഞ്ഞ ഇടത് സർക്കാർ ഒപ്പുവെച്ചതിനാൽ പിൻവാങ്ങാനാകില്ല. അതുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. UDF പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് UDF കൺവീനർ നൽകുന്ന പ്രതികരണം. അങ്ങയുടെ പ്രതികരണം എന്താണ്? UDF കൺവീനർ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറയുകയാണ്. അദ്ദേഹത്തെ പോലെ ഒരാള്, പ്രത്യേകിച്ച് ലോക്സഭാ മെമ്പറായിട്ടുള്ള അദ്ദേഹം ഇത് പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് വെറും UDFന്റെ കാപട്യം മാത്രമാണ്. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടെന്ന് പറയുന്നത്, ധാരണാപത്രത്തിൽ ഒപ്പിട്ടെന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. അവരുടെ കോൺഗ്രസിന്റെ തന്നെ രാജ്യസഭാ മെമ്പർ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര സഹമന്ത്രി മെനഞ്ഞാന്നത്തെ രാജ്യസഭയിൽ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന മറുപടി, കേരളം ഒരു ഘട്ടത്തിലും PNC പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സഹകരണവും ഉണ്ടായിട്ടില്ല. ഞാൻ ചുരുക്കി പറയുകയാണ്, ഉണ്ടായിട്ടില്ല. 92.5 കോടി രൂപ അവർക്ക് കൊടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം വിദ്യാർത്ഥികൾക്ക് അവകാശപ്പെട്ട കാശാണ്. അത് SSK മുഖാന്തരം ചെലവഴിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. PMC പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കുറെ നടപടിക്രമങ്ങളുണ്ട്. ആ ഒരു നടപടിക്രമങ്ങൾ എഴുതിയ ശേഷം അതിന്റെ നേരെ 0-1 ലഭിച്ചിരിക്കുന്ന ഒരു നടപടിക്രമം ഗവൺമെന്റ് സഹകരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് PMC പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നെ വ്യക്തമായി രാജ്യസഭയിൽ തന്നെ പറയുകയല്ലേ. വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യസഭയെ അറിയിക്കുന്ന ഒരു വിവരം കൂടി ബസ് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തു. അതിങ്ങനെയാണ് സാർ. അതായത് PMC പദ്ധതിയിൽ ധാരണാപത്രത്തിൽ കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 23 കേരളം ഒപ്പിട്ടിരുന്നു എന്ന് കേന്ദ്രം അറിയിക്കുന്നു. ഒപ്പം തന്നെ അങ്ങ് പറഞ്ഞ SSK ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 99.27 കോടി രൂപ കേരളം വാങ്ങിയിട്ടുണ്ടെന്നുള്ളൂ. അപ്പൊ ഈ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ടുള്ളതിൽ എന്താ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതും PMC ഇങ്ങനെ അതിനുശേഷം ഒപ്പിട്ട് അതിനുശേഷം അതിൽ നിന്ന് വിഡ്രോ ചെയ്തു, താൽക്കാലികമായിട്ട് വിഡ്രോ ചെയ്തു. ആ വിവരം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചു. സംസ്ഥാന ക്യാബിനറ്റ് കൂടാത്തതുകൊണ്ട് അതിന് നിയമപരമായി നിലനിൽപ്പില്ല. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് കാണാത്തതുകൊണ്ട് നിയമപരമായി നിലനിൽപ്പില്ല. അതുകൊണ്ട് ആകെ PMC പദ്ധതി നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിയമങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല. അതിനോട് നിസ്സഹകരിക്കുന്ന സമീപനമാണ് കേരള ഗവൺമെന്റ് എടുത്തിരിക്കുന്നുള്ള വിവരം ഞങ്ങൾ അങ്ങോട്ട് പറയുകയും സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റ് ഫയൽ ചെയ്യുകയും കേന്ദ്ര സഹമന്ത്രി രാജ്യസഭയിൽ മറുപടി പറയുകയൊക്കെ ചെയ്ത കാര്യമാണ്. ഇത് BJPയുടെ വിദ്യാഭ്യാസ നയവും BJPയുടെ തൊഴിൽ നയവും കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുറുക്ക് വഴിയായി ഇങ്ങനെ ആക്ഷേപം പറഞ്ഞുകൊണ്ട് ഉള്ള നിലപാടുമായി പോവുകയാണ്. അവർ ക്യാബിനറ്റ് സബ് കമ്മിറ്റി നിയോഗിച്ചു. ആ ക്യാബിനറ്റ് സബ് കമ്മിറ്റി യഥാർത്ഥത്തിൽ കേന്ദ്ര BJP ഗവൺമെന്റിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ഒരു പാലം മാത്രമാണ്. ഇനി 6 മാസക്കാലം മാത്രമാണ് ഉള്ളത്. 6 മാസക്കാലം കൊണ്ട് സ്കൂളിന്റെ ലിസ്റ്റ് പോലും തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി കഴിയില്ല. എന്ന് മാത്രമല്ല 60% ഫണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് തരുന്നത്. 40% ഫണ്ട് സംസ്ഥാന ഗവൺമെന്റ് എടുക്കേണ്ടതാണ്. ഒരു 80 ലക്ഷം രൂപയാണ് ഒരു സ്കൂളിന് വേണ്ടി തരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ മതിലും അതുപോലുള്ള ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെന്ന ആവശ്യമൊന്നും കേരളത്തിലെ സ്കൂളുകളിൽ ഇല്ല. ഇത് NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അക്കാഡമിക് കാര്യങ്ങളടക്കം, പാഠപുസ്തകത്തിന്റെ കാര്യങ്ങളടക്കം ചർച്ച ചെയ്യുന്ന NEP മെല്ലെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുറുക്ക് വഴിയായിട്ടാണ് ഈ PMC ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് നടപ്പിലാക്കില്ല. ആദ്യമേ ബോധ്യപ്പെട്ട കാര്യമല്ല, ആദ്യമേ ആ പ്രതികരണം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ഒപ്പുവയ്ക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. ഇനിയിപ്പം അങ്ങ് പറയുന്നതനുസരിച്ച് കഴിഞ്ഞ സർക്കാർ ഒരു തരത്തിലുള്ള സാങ്കേതികപരമായിട്ടുള്ള ബാധ്യത ഈ പദ്ധതിയിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റത്ത വിധത്തിൽ, അല്ലെങ്കിൽ പദ്ധതി നടപ്പാക്കാണ്ടിരിക്കാൻ വിധത്തിൽ ഈ സർക്കാരിന് മേൽ ചെലുത്തിയിട്ടില്ല എന്ന് കാര്യം അങ്ങ് വ്യക്തമാക്കുന്നു. അതിനപ്പുറത്തേക്ക് പ്രതിഷേധമുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന്. ഞങ്ങൾ ഈ കഴിഞ്ഞ ഗവൺമെന്റ് ഒരു രൂപ പോലും PMC പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വാങ്ങിയിട്ടുമില്ല, എഗ്രിമെന്റ് വഹിച്ചിട്ടുമില്ല. PMC പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും പ്രതിഷേധം ഉണ്ടാവും. എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ ഇന്നിരിക്കുന്ന മന്ത്രിമാർ, മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കന്മാരായി ഉള്ള ആൾക്കാർ അന്ന് പറഞ്ഞതാണ് ഇതിനെ വലിച്ചു ഞങ്ങൾ കടലിൽ എറിയുന്നത്. കോൺഗ്രസ്സുകാർ എത്രയോ പ്രാവശ്യം സമരം ചെയ്തു. കോൺഗ്രസ്സുകാർ എത്രയോ പ്രാവശ്യം എന്റെ മിനിസ്റ്ററുടെ വണ്ടി തടഞ്ഞു. അപ്പൊ അവർ വലിയ രൂക്ഷമായ സമരം കൊണ്ടുവന്നതാണ്. അവർ കഴിഞ്ഞ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പ്രതിഷേധം മുഴുവൻ ഇന്നെല്ലാം അത് കാണാതെ പോവുകയാണ്. അത് അവര് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമാണുള്ളത്.